ആളെ എനിക്ക് നല്ല പരിചയമുണ്ടല്ലോ. നോ 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 നോ, അങ്ങനെയൊന്നും പരിചയപ്പെടാൻ സാധ്യതയില്ല. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ കോളനിയിൽ വളരെ യങ്ങായും ചാമിങ് ആയും അടിപൊളിയുമായിട്ടുള്ള ഒരൊറ്റയാളെ കാണത്തുള്ളൂ. ആര്? അത് ഞാൻ തന്നെയാണ്. ഈ കോളനിയിൽ ഇന്ന് വെളുപ്പിനാണ് ഞാൻ ലോഞ്ച് ചെയ്തത്. ബൈ ദ ബൈ, അമ്മച്ചിയുടെ പേരെന്തുവാ? വാട്ട്? അമ്മച്ചിയോ? അതെ, നിങ്ങളെ തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. വരൂ കോമൽ, നമുക്ക് പോകാം. അല്ല, ഒരതിഥി വന്നാൽ ഇങ്ങനെ അങ്ങ് പോയാൽ കൊള്ളാവോ? ജവഹർ കോളനിയിലെ ഈ വർഷത്തെ ഓണാഘോഷം ഏതുവരെയായി? ആ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കോളാം, താൻ പോവാൻ നോക്ക്. ഓ, ഓക്കെ ഓക്കെ ഓക്കെ. ബൈ കോമൽ. ബൈ. അപ്പോ ഞാൻ ഇനിയും വരും. ദേ, ഓ. അപ്പൊ കോമൽ, കാണണം കേട്ടോ. ബൈ. എന്നെ സമ്മതിച്ചേ തീരൂ. വിഗ് വെച്ചിട്ടേ എനിക്ക് എന്നെ തന്നെ തിരിച്ചറിയാൻ വയ്യുന്നേ. ഈ ഹോളിവുഡ് താരങ്ങളെ വരെ ഞാൻ കണ്ടിട്ടുള്ളവനാണ്. പിന്നെ ഈ കോമൽ റെഡ്ഡി. അല്ല, അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ രൂപം കണ്ടാൽ ആരാ വീഴാത്തത്? സാക്ഷാൽ ഐശ്വര്യ റായ് വീണാ പോലും ഞാൻ അമ്പരിക്കുകയല്ല. ആരാ ആരാ വിളിച്ചത്? ആരാ? സുന്ദരിയേ വാ, സുന്ദരിയേ വാ. Izinkanlah aku bercerita sebuah kisah yang telah ബാലപ്പണ്ണ, ദയാ എന്തിനാടി അവിടെ ഇരിക്കുന്നത്? എവിടെ? കോമള റെഡ്ഡി അവിടെ ഇരിക്കുന്നു കേട്ടാ. Come on. ഹലോ, ഹായ്. ആപ്പിൾ കഴിക്കാണല്ലേ? അതെ, വേണോ? കോമൽ റെഡ്ഡി കഴിച്ച ആപ്പിൾ എനിക്ക് എന്നാൽ ഇത് ലേലം ചെയ്ത് ഞാൻ കോടികൾ ഉണ്ടാക്കും. പഴയ ഒരു കോടീശ്വരൻ. രമൺ. ആരാ? ബാലപ്പൻ. നിങ്ങൾ? ഞാനാണ് ബാലപ്പൻ, ഇത് രമണൻ, അയൺ ബോക്സ്. എന്റെ യഥാർത്ഥ പേര് ബാലപ്പൻ ഖാൻ. ഇവിടെ ഓണത്തിന് അവതരിപ്പിക്കുന്ന നാടകത്തിലെ ഹീറോയാണ്. അത് വെറും ടൈം പീസ്. ഹിന്ദി സിനിമയാണ് എന്റെ അന്ത്യാഭിലാഷം, എന്നാലേ ഞാൻ അടങ്ങും. ആഹാ, ഇരിക്കൂ, ഇതാ പിടിക്കൂ. ഓ, എന്താണ് കുട്ടി? കംപ്ലീറ്റ് കൊളമായി. മുടിയോടെ ഇത് വിക്കല്ല, എനിക്ക് ഭയങ്കര മുടി ഒഴിച്ചില്ല. അതാണ് പൊഴിയുന്നു മുടി. പക്ഷെ സാരമില്ല, വൈകുന്നേരം ആകുമ്പോ കളിച്ചോളും. ശബ്ദം കേൾക്കണം. ശബ്ദം നാട്ടുകാർക്കൊക്കെ പരാതിയാ. ഈ മേക്കപ്പ് ഇല്ലാതെ തന്നെ നിങ്ങളെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടാ. താങ്ക് യു. എന്നാ പിന്നെ നമുക്ക് ഇറങ്ങാം അല്ലേ? പോട്ടെ, ഞങ്ങള് ഇറങ്ങട്ടാ. ഓ, ഇതല്ല കാണാ. പോവാടാ രമണ. ഇതാരെവിടെ കൊണ്ടിട്ട? ബൈ. കേടായല്ലേ? കാണാം കേട്ടാ. എവിടെ പോയി? അയ്യോ, ഇതിലാണല്ലോ ഞാൻ വച്ചത്. ഇല്ല, നോക്കട്ടെ. അയ്യോ, ഇല്ല. ആരുമില്ല.
ഛെ, അയ്യേ കംപ്ലീറ്റ് കുളമായല്ലേ. ഞാനാണെങ്കിൽ അവളെ മുമ്പിൽ ഒന്ന് ഷൈൻ ചെയ്ത് വന്നതാണ്. ഇനി ബാലപ്പെണ്ണനെ മൊത്തത്തിൽ ആ പെണ്ണുമ്പിള്ളക്ക് ഡൗട്ടായിരിക്കും. പല്ലും കൈയും കാലും നഖവും തൊലിയും എന്തിനും ഈ രൂപം കംപ്ലീറ്റ് ഒറിജിനലാണോ സംശയിക്കും. ആ ഇനിയിപ്പോ ഒരു കാര്യം ചെയ്യും, ഇതാ നേതാവിന് തന്നെ കൊടു, അങ്ങേരെങ്കിലും ഷൈൻ ചെയ്യട്ടെ. ഏയ് അങ്ങനെ കൊടുക്കണ്ട. നമുക്കൊരു കാര്യം ചെയ്യാം, കുറച്ച് നായ്ക്കറിനെ പൊടിയിട്ട് കൊടുക്കാം. അയാളിടന്ന് ചൊറിയട്ടെന്ന്. അത് കൊള്ളാം, ആ അത് കൊള്ളാം, അത് കൊള്ളാം. നല്ല പിന്നെ അങ്ങേർക്ക് ഒരു പണി ഇരിക്കട്ടെ. തലേന്ന് വീണില്ലായിരുന്നെങ്കിൽ ഉണ്ടല്ലേ ആ. കോമള റെഡ്ഡി വീണേനാ. ആണോ? സത്യം. ഇനിയിപ്പോ എങ്ങനെ പുറത്ത് കിടക്കും? ആ നടിയെങ്ങാനും കണ്ടാൽ ഇതുവരെ ഒപ്പിച്ചുകൊണ്ട് വന്ന ഗ്ലാമർ എല്ലാം തൊലയുമല്ലോ. ഇതെങ്ങനെ ഇവിടെ വന്നു? അത്ഭുതമായിരിക്കുന്നല്ലോ. കോമൾ റെഡ്ഡി എന്താ റിഹേഴ്സലിന് അറ്റൻഡ് ചെയ്യാത്തത്? ഇവിടെ ഉണ്ടായിരുന്നോ? ഓ, ഞാൻ ആ റിഹേഴ്സൽ ഹാളിൽ ഉണ്ടായിരുന്നു. റിഹേഴ്സൽ തുടങ്ങിയില്ലേ? അവിടെ ഇരുന്നപ്പോ ഭയങ്കരമായിട്ട് ബോറടിച്ചു. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഇരുന്ന് കുറച്ചു നേരം സംസാരിക്കാം. സമയം പോകുന്നത് അറിയത്തില്ലല്ലോ. എന്താ? ചെന്താമരയേ വാ, മന്ദാകിനിയായി വാ, ചന്ദനമുഖിലായി വാ, അഴകിൻ അഴലിലാ, ഓ ലാ 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 ലാ. നന്നായിട്ടുണ്ട്. എന്താണെന്നറിയില്ല, ഈ അടുത്ത കാലത്തായി എനിക്ക് കുറച്ച് ഗ്ലാമർ കൂടുന്നില്ലേ എന്നൊരു സംശയം. ആ ഹിന്ദിക്കാരി എന്നീ കോളനി കേറി ഇവിടെ പല ആണുങ്ങൾക്കും ഗ്ലാമർ കൂടുതലാ. കളവി അഭിപ്രായം അങ്ങോട്ട് ചോദിച്ചില്ല. നിങ്ങളുടെ ഒന്ന് നീ തള്ളച്ചിനെന്തിനാ ഇവിടെ കൊണ്ട് നിർത്തേക്കണം? കാർത്തിയായനി ചേച്ചി ഈ കോളനിയിലെ വീട്ടുകാർക്കെല്ലാം ഒരു ഉപകാരിയാ. ആണോ? അത്യാവശ്യത്തിന് അടുക്കള ജോലിയിലൊക്കെ എന്നെ ഒന്ന് സഹായിക്കും. മോളെ, ആ ഹിന്ദി നടി കോളനിന്ന് ബോംബെയിലേക്ക് മടങ്ങി പോകുമ്പോഴേ എന്നെ കൂടെ കൊണ്ടുപോവാൻ മോളെ നിലപാട് ചെയ്യണം. അതെന്തിന്? കാർത്തിയായനിയമ്മയ്ക്ക് അഭിനയിക്കണോ? അയ്യോ, അഭിനയിക്കാനല്ലേ. നടിമാരാകുമ്പോഴേ കൂടെ ആയമാര് വേണമല്ലോ. എനിക്ക് ഏതെങ്കിലും നടിമാരുടെ കൂടെ ജോലി ചെയ്യാൻ വലിയ ആഗ്രഹമാണ് മോളെ. ഒരുപാട് രാജ്യങ്ങൾ കാണാം, നല്ല നല്ല ഭക്ഷണങ്ങൾ കഴിക്കാം. കാർത്തിയായനിയമ്മ തന്നെ ഒന്ന് ചോദിച്ചു നോക്ക്. ഓ, ഞാൻ പറഞ്ഞത് ശരിയാവൂല. മോള് സമാജക്കാരോട് പറഞ്ഞ അവര് വഴി ചോദിച്ചാൽ ചെലപ്പോ നടക്കും. അതിന് അവര് വലിയ നടിയൊന്നും ആയിട്ടില്ലല്ലോ ആയിട്ട് കൂടെ കൂടാൻ. ഇല്ല, പക്ഷേ നാളെ ആയിക്കൂടുന്നില്ലല്ലോ. ആ പുതിയ പടം പുറത്തിറങ്ങിയാൽ പിന്നെ അവരെ കണി കാണാൻ പോലും കിട്ടത്തില്ല. ഇപ്പൊ ഒരവസരമാ. ഞാൻ അന്നാമ്മച്ചേടത്തിയോടൊന്ന് സംസാരിച്ചു നോക്കട്ടെ. മോൾ എങ്ങനെയെങ്കിലും ആ പണിയൊന്ന് ഏർപ്പാടാക്കി തരണം. നോക്കാം. അന്നാമ്മേ, പൊന്നമ്മ വല്ലതും പറഞ്ഞായിരുന്നു? ഇല്ല, ഒന്നും പറഞ്ഞില്ല. ആ സുലോചന കൊച്ചിനോട് പറഞ്ഞ് ഹിന്ദി നടിയുടെ ആയയായിട്ട് എന്നെ നിയമിക്കാൻ അന്നാമ്മ കൊച്ചൊന്ന് പറയണം. അന്നാമ്മ പറഞ്ഞ സുലോചന കേക്കും. ഇവിടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഈ അന്നമ്മയാ, സുലോചനയും കിലോചനയൊന്നും അല്ല. എന്നാ അന്നാമ്മ കൊച്ചു പറഞ്ഞാലും മതി.
ഒരു നടിയുടെ ആയായിട്ട് ഇനിയുള്ള ജീവിതം കഴിച്ചു കൂട്ടാനാ ഈ കാർത്തിയാനിയമ്മയുടെ ആഗ്രഹം. അത് നടക്കത്തില്ല കാർത്തിയാനിയമ്മേ. നടിയുടെ കാര്യം നോക്കാം, ഇപ്പൊ തന്നെ 2 വനിതാ പോലീസിനെ നിയമിച്ചിരിക്കുക. കാർത്തിയാനിയമ്മ പോ, എനിക്ക് ഇച്ചിരി തിരക്കുണ്ട്. എന്താ? സാറിത് എവിടെ പോയി കിടക്കുകയായിരുന്നു? എത്ര നേരം ഞാൻ സ്റ്റേഷനിൽ കാത്തു നിന്നറിയാമോ? എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു കള്ളനെ പിടിക്കാനുണ്ടായിരുന്നു. ഓ, എന്നിട്ട് പിടിച്ചോ? അവൻ കായലിൽ ചാടുമെന്ന് പറഞ്ഞപ്പോ ഞാനിങ്ങ് തിരിച്ചു പോന്നു. ആ, അത് നന്നായി. കുറച്ചു കാലം കൂടി ഈ തൊപ്പി ഇവിടെ തന്നെ ഇരിക്കുമല്ലോ. ചേച്ചി എന്തിനാ തിരക്കിയത്? ഒരു കാര്യം ഉണ്ടായിരുന്നു. നേതാവിനോട് പറഞ്ഞപ്പം സാറിനെ പിടിച്ചാലേ കാര്യം നടക്കുള്ളൂ എന്ന് പറഞ്ഞു. ആരും പിടിക്കാതെ തന്നെ നടക്കാൻ എനിക്കറിയാം. സാർ ഇതെന്തോന്നായി പറയുന്നത്? ഞാൻ പറഞ്ഞതൊന്നും അല്ല. ആ ഹിന്ദിക്കാരി നടിയുടെ ആയായിട്ട് എനിക്കൊരു ജോലി ശരിയാക്കി തരാൻ പറ്റുമോ? നിങ്ങൾ അന്നമ്മ ചേട്ടത്തിയോട് പറ. അന്നമ്മയോടും പൊന്നമ്മയോടും പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല. ആരും വലിയ താല്പര്യം എടുക്കുന്നില്ല. ഞാൻ പോയാലേ ഇവിടെ പല അടുപ്പിലും തീ പോയത്തില്ല. സാറ് വിചാരിച്ച കാര്യം നടക്കും. സകലകല വല്ലവനല്ലേ. ഞാനൊന്ന് പറഞ്ഞു നോക്കാം. ഞാനും കൂടെ വരാം. വേണ്ട വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. ഓ, അതൊന്നും കാര്യമില്ല. സാറ് മേത്തുനിന്ന് വിട്. പറഞ്ഞത് തള്ളിയുടെ കാര്യം. ഞാൻ ബാക്കിൽ കയറിക്കോളാം. വീഴാൻ നിൽക്കണ്ട, പെട്ടെന്ന് കയറി പോട്ടെ. വണ്ടി എടുക്കട. അത്തപ്പൂ ചിത്തിരപ്പൂ അക്കരെ ഇക്കരെ പൂക്കാലം മല്ലിപ്പൂ മാലതിപ്പൂ പുത്തൻ പെണ്ണിനു പൂത്താലം. അത്തപ്പൂ ചിത്തിരപ്പൂ അക്കരെ ഇക്കരെ പൂക്കാലം മല്ലിപ്പൂ മാലതിപ്പൂ പുത്തൻ പെണ്ണിനു പൂത്താലം. 7 പൂകൂടയിൽ പൂവേണം 7 തോഴിമാർ. ചേച്ചി നല്ല അസലായിട്ട് പാടുന്നുണ്ട്. എല്ലാ ഉഷ നിങ്ങൾ എന്റെ സംഘഗാനം ഒന്ന് കേക്കണം. അയ്യോ, ശരിക്കും ചേച്ചി ക്ലാസിക്കൽ മ്യൂസിക് പഠിച്ചിട്ടുണ്ടോ? ഓ, ജന്മസിദ്ധമായിട്ട് എനിക്ക് കുറെ കഴിവുകളൊക്കെ ദൈവം തന്നിട്ടുണ്ട്. ഞാൻ പാടും, നാടകം എഴുതും, നൃത്തം ചെയ്യും, കഥ എഴുതും. ഹോ, എന്റെ ഈശോയെ, ഞാനൊരു സർവകലാവല്ലഭയാണേ. അതെ അതെ അതെ. പിന്നെ ഓണത്തിന് ഇതെല്ലാം സ്റ്റേജിൽ അവതരിപ്പിക്കണം. ആ സുലോചന ആള് മിടിക്കുക. അവക്ക് മിമിക്രി കഥാപ്രസംഗം ഒക്കെ അറിയാം. ഓ, എന്നാ മിമിക്രി? അവക്കൊരു ചുണ്ണാമ്പും അറിയത്തില്ലെന്നേ. ഇവിടെ വന്ന് അതും ഇതുമൊക്കെ കാണിച്ച് വലിയ സൂപ്പർ സ്റ്റാർ രമേവാ. ഓ ഉഷേ, സമയം ഒരുപാടായി. അവിടെ കാർത്തിയാനിയമ്മയും കുഞ്ഞും മാത്രമേ ഉള്ളൂ. ഓ, നിങ്ങൾ ഇരിക്കുന്നേ, ഞാൻ വേറൊരു പാട്ടുകൂടെ പാടിത്തരാം. അത് ഞങ്ങൾ പിന്നെ വന്ന് കേട്ടോളാം. ഇരിക്കണ്ടേ ഇൻസ്പെക്ടറെ, ഇരിക്കേ. നമുക്ക് ഒരു ഓണപ്പാട്ടങ്ങ് പാടിക്കളെ. എല്ലാരും കൂടെ അങ്ങ് പാടാം. എല്ലാരും പാടണേ. മാവേലിക്കും പൂക്കളം മാദേവനും പൂക്കളം മലയാളക്കരയാകെ വർണ്ണ പൂക്കളം. ആഹാ, മണ്ണിലും വിണ്ണിലും മണിപ്പൂക്കളം. പൂവേ പുലി പൂവേ പുലി പൂവേ പുലി പൂവേ പൂവേ പുലി പൂവേ പുലി പൂവേ പുലി പൂവേ പൂവേ പുലി പൂവേ പുലി പൂവേ പുലി പൂവേ. പ്രിയമുള്ളവളെ, നിനക്കു വേണ്ടി ഇന്നലെ ഒരു സ്വപ്നോപഹാരം ഒരുക്കി ഞാൻ നിനക്കു വേണ്ടി. മാതാവേ, മാതാവേ, നിങ്ങൾ കേട്ട ഗാനം. പ്രിയമുള്ളവളെ, നിനക്കു വേണ്ടി. എങ്ങനെയുണ്ട്? സൂപ്പർ. നല്ല കഥ, നല്ല താളം, നല്ല സുന്ദരമായ അത് പറഞ്ഞു ഫലിപ്പിച്ചു. കഥ ഓടാ. ഇത് പാട്ടാണ്, പാട്ട്. പാട്ടേ? പാട്ടയല്ല, പാട്ട്. ഓണാഘോഷത്തിനോടനുബന്ധിച്ച് ഞാൻ 3 പാട്ട് പാടുന്നു. നന്നായിരിക്കും. പിച്ച് ഔട്ടൊന്നും. പക്ഷെ ഈ രീതിയിലാണ് അണ്ണൻ പാടുന്നെങ്കിൽ കേൾക്കുന്നവർ അണ്ണനെ പിച്ച് ഔട്ടാക്കും. നിന്റെ മുമ്പിൽ പാട്ട് പാടിക്കേപ്പിച്ച എന്നെ വേണം തന്നെ. അതുറപ്പാ. 3 പാട്ടല്ലേ പാടാൻ പോകുന്നത്. ഓടാ അവിടുന്ന്, കലാബോധം ഇല്ലാത്ത ശാവാം. തങ്കപ്പെണ്ണ, ഓണാഘോഷത്തിന് ഇനി സമയമുണ്ട്. രാവിലെ എണീറ്റ് സാധകം ചെയ്താൽ മതി, ശരിയായിക്കോളും. മോദകം തിന്നിട്ടോടാ തൊണ്ടേ കുടുങ്ങി ഞാൻ ചാകാൻ.
സ്വന്തം ഭാര്യയുടെ മുമ്പിൽ പോലും പാടിക്കേപ്പിക്കാതാണ്. രാവിലെ തന്നെ ഞാൻ വന്ന് നിന്റെ മുമ്പിൽ തൊണ്ടകീറിയത്. ഒരു കാര്യമില്ലാതായി പോയി. നിനക്ക് കലാബോധം തീരെയില്ല. പാട്ട് പാടിയപ്പോ കഥയാണ്. മൃഗങ്ങളിൽ എരുമ പോലും തോറ്റുപോകുന്ന സ്വരം. എന്തൊരു സ്വരമാധുരി. പെണ്ണും പിള്ളേടുത്ത് പാടി കേപ്പി. നീ എന്തുവാടാ പറഞ്ഞു? അല്ല, പാട്ട് കൊള്ളായിരുന്നു കേട്ടു. നീ ഇനി തേക്കാനുണ്ടോ എന്നും പറഞ്ഞ് അങ്ങോട്ട് ചോദിച്ചു. ആട്ടാ കാണിച്ചു തരാം. നിനക്ക് ഇട്ട് ശരിയാക്കി തരാം. അല്ല, തങ്കപ്പെടാ നിന്നേ. പ്രിയമുള്ളവളെ, നിനക്കു വേണ്ടി പ്രിയനും നവസ്വപ്നോപഹാരവും. കാർത്തേനമ്മേ, കാർത്തേനമ്മേ, എന്തോ എന്താ മോളെ? നിങ്ങളിപ്പോ ആ നടിയുടെ കൂടെയല്ലേ? ഓ, അവിടെ വല്ലതും വെച്ചുണ്ടാക്കി കൊടുത്താൽ നേരെ അശോക് സാറിന്റെ വീട്ടില്, അവിടുന്ന് നേരെ എസ് ഐ സാറിന്റെ വീട്ടിലേക്ക്, അവിടുന്ന് നേരെ ഇങ്ങോട്ട്. എന്താ മോളെ? ഇവിടുത്തെ തങ്കപ്പേട്ടൻ ആ നടിയുമായിട്ട് എങ്ങനെയാ? എങ്ങനെയെന്ന് ചോദിച്ചാൽ തങ്കപ്പേട്ടൻ ആ നടിയുമായിട്ട് കാണുകയോ മിണ്ടുകയോ ചെയ്യാറുണ്ടോ? അത് പിന്നെ എന്താ കാർത്തേനമ്മ ഒളിക്കുന്നത്? ഓണാഘോഷം, റിഹേഴ്സൽ, പാട്ട്, അങ്ങനെ ചില സംസാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താ മോളെ? ഒന്നുമില്ല. ഇങ്ങ് വരട്ടെ. എന്നോട് പറ. എനിക്കറിയാവുന്ന വല്ല കാര്യമാണെങ്കിൽ, അല്ലെങ്കിൽ മോളെ അറിയിക്കാനുള്ള വല്ല കാര്യമാണെങ്കിൽ ഈ കാർത്തിയാനിയമ്മ ന്യൂസ് പിടിച്ചോണ്ട് വരാം. വരണം. അവിടുത്തെ ഓരോ നീക്കങ്ങളും ഇവിടെ വന്നെന്നെ അറിയിക്കണം. അറിയിക്കാം. നമ്മൾ ഒരു കാര്യമില്ലാതെ ഒരാളെ സംശയിക്കാൻ പാടില്ലല്ലോ. ഞാൻ മനോഹരമായിട്ടുള്ള ഒരു പാട്ട് പാടാം. നാദാപുരം പള്ളിയിലെ ചന്ദന കൂട്ടത്തില് 4 മുഴത്തി. എന്താ എന്താണെന്ന് വെച്ചാ പറ. എന്താ എന്താ പ്രശ്നം? എന്താണെന്ന്? പൊന്നമ്മ ആരെങ്കിലും ഉപദ്രവിച്ചോ? അതൊന്നുമല്ല തങ്കപ്പേട്ടൻ. അത് ഞാൻ എങ്ങനെ പറയും? എന്താണെന്ന് പറയാമെങ്കിൽ അങ്ങ് പറ. എസ് ഐ സാർ സൂചന തന്നപ്പോഴും ഞാനത് കാര്യമായിട്ട് എടുത്തില്ല. പക്ഷെ തെളിവ് സഹിതം ഞാനത് പിടിച്ചപ്പോ. തെളിവുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ പോയി തങ്കപ്പനെ കസ്റ്റഡിയിലെടുത്ത് ഇൻക്വസ്റ്റ് തയ്യാറാക്കാം. പൊന്നമ്മേ, എന്താണ് സംഭവം? എന്താണ് തെളിവ്? എന്താണ് പൊന്നമ്മേ പ്രശ്നം? എല്ലാം അറിഞ്ഞു വെച്ചിട്ട് എന്താണെന്നോ? എന്റെ ഭർത്താവിനെ മയക്കെടുക്കാനല്ലോ നീ ജവഹർ കോളനിയിലേക്ക് വന്നത്. പൊന്നമ്മേ, അടിസ്ഥാനമില്ലാതെ സംസാരിക്കരുത്. ഈ കുട്ടി എന്ത് ചെയ്തെന്നാ? ഈ എസ് ഐ സാറിനോട് ചോദിച്ചാ പറഞ്ഞു തരും. സാറേ, എന്തോ സാറേ ഇത്? അയ്യോ, എനിക്കൊന്നും അറിയില്ല. അങ്ങനെ ഒഴിഞ്ഞു മാറല്ലേ, ഇയാൾക്കെന്തോ അറിയാം. കുട്ടിയുടെ കയ്യിൽ തെളിവുണ്ടെന്നല്ലേ പറഞ്ഞത്? അതെ, ഞാൻ കാണിച്ചു. കാണിക്ക. അല്ലെങ്കിൽ തന്നെ നിങ്ങളൊന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് കണ്ടോ, ഭർത്താവ് എന്ന് പറയുന്ന ആ മനുഷ്യൻ ഈ മേനകയ്ക്ക് എഴുതിയ കത്ത. ഇത് വായിച്ചു നോക്ക്. എന്താ ഏട്ടത്തി? പ്രിയമുള്ളവളെ, പ്രിയമുള്ളവളെ, നിനക്ക് വേണ്ടി. അയ്യോ, എന്താടാ ഇത് പ്രേമലേഖനം ഒന്നും അല്ല. ഇത് തങ്കപ്പണ്ണൻ ഓണത്തിന് പാടാൻ വേണ്ടി പഠിച്ചു വെച്ചിരിക്കുന്ന സിനിമാ പാട്ടാ. പ്രിയമുള്ളവളെ, നിനക്കു വേണ്ടി. അത് ശരി. അപ്പൊ എസ് ഐ സാറാണ് ഇത് ഇത്രയും വഷളാക്കിയതല്ലയോ? അത് പിന്നെ ഞങ്ങൾക്കെല്ലാം സംശയത്തിന്റെ ദൃഷ്ടിയോടെയല്ലേ കാണാൻ പറ്റൂ, അല്ലേ പൊന്നമ്മേ? വരുന്നത് തങ്കപ്പൻ. തങ്കപ്പ, ഈ പൊന്നമ്മയ്ക്ക് ഒരു ചെറിയ സംശയം നിങ്ങളെ കുറിച്ച്. അതിപ്പോഴാ മാറിയത്. ആ പാട്ടിങ് തന്നെ. ഈ പാട്ടൊന്ന് പാടിക്കേ. നിനക്കു വേണ്ടി പിന്നെയും നവസ്വപ്നോപഹാരം. ഇതാണ് ഓണായിട്ട് പാടുന്ന പാട്ട്. ഒരു പാട്ട് ഞാൻ പാടിത്തരാം. കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചു പെണ്ണെ കുയിലാളെ
കൊട്ടു വേണം കുഴൽ വേണം കുരവ വേണം